പോലീസ് ജീപ്പിൽ ഇറങ്ങി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള മ്യൂസിക് എന്നായിരിക്കും. അത് മാറ്റണം. ഷൂട്ട് തുടങ്ങുന്നത് ഞാൻ പോലീസ് ജീപ്പിൽ എന്ന് പറഞ്ഞപ്പോൾ എന്നുള്ള മ്യൂസിക്കിടാൻ തോന്നാം. അല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയാ, നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ ചെറുപ്പകാലം മുതലേ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ്. എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ സന്തോഷം. പക്ഷെ കുട്ടിക്കാലം അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ പെട്ടെന്ന് എഴുതുമ്പോഴേ ഇൻസ്പെക്ടർ ബൽറാം, വന്ദേ ഭാരത്. പിന്നെ എനിക്ക് ഇതിലെ റെഫറൻസ് എന്തായിരുന്നു അറിയോ? സിംഗം. അപ്പൊ ഡയറക്ടർ സിംഗം മോഡിൽ പിടിക്കാം എന്ന് പറയുമ്പോ ഷൂട്ട് തുടങ്ങാൻ 2 ആഴ്ചയുള്ളൂ. അപ്പൊ ഞാൻ ട്രെയിനറിന്റെ അടുത്ത് വന്ന് 2 ആഴ്ച സിംഗം. ഇപ്പൊ അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ജീപ്പിൽ ഇറങ്ങി വരുമ്പോ അവരുടെ മനസ്സിലുള്ള മ്യൂസിക് എന്നായിരിക്കും. അത് മാറ്റണം. ഷൂട്ട് തുടങ്ങുന്നത് ഞാൻ പോലീസ് ജീപ്പിൽ എന്ന് പറഞ്ഞപ്പോ എന്നുള്ള മ്യൂസിക്കിടാൻ തോന്നാം എന്ന് പറഞ്ഞു. ട്രെയിനർ എന്റെ അടുത്ത് പറഞ്ഞു 2 ആഴ്ചയില്ലേ സാർ, ഇത് മിക്കവാറും അതാവാനേ വഴിയുള്ളൂ, സിംഗാവാൻ ഒരു സാധ്യതയില്ലെന്ന്. പിന്നെ ഉള്ളതൊക്കെ സിംഗമായിട്ട് സിംഗാവനം നോക്കി. സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബേസിലേട്ടനെ ദിലീപേട്ടനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലേക്ക് ബേസിലേട്ടൻ പോകുന്നത് കൊണ്ടാണ് ദിലീപേട്ടനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കമ്പയർ ചെയ്യുന്നതിനോട് എന്താ പറയാനുള്ളത്? അല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയാ, നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ ചെറുപ്പകാലം മുതലേ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ്. എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ സന്തോഷം. പക്ഷെ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, ആ ഒരു ലെഗസി അത് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്താണ്. അപ്പൊ അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. താല്പര്യമുണ്ട്, പക്ഷെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അത് സമയമാകുമ്പോ പറയാതെ ആയി വരുന്നേ ഉള്ളൂ. അതിനോട് ശരിയായി വരും, ഒരിത്തിരി സമയം എടുക്കും. അറിയില്ല, ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചു തുടങ്ങിയിട്ടില്ല. എന്തോ ഒരു കാര്യം എന്തൊക്കെ വേണ്ട സംഭവിക്കും. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് കേരളത്തിനേക്കാളും എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലാണ്, അവിടുത്തെ ഓഡിയൻസ് ആണ് കൂടുതൽ ഏറ്റെടുത്തത്. അതിനുശേഷമാണ് കൂലിയിൽ അഭിനയിക്കാൻ ചെന്നത്. അപ്പൊ അവിടുത്തെ ആളുകളുടെ അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു റിസപ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു സൗബിക്ക്, അല്ലെ കുട്ടേട്ടനെ അവരെങ്ങനെയാണ് തികച്ചു വ്യത്യാസമായിട്ടുള്ള ഞാൻ വിചാരിക്കാത്തതിന് കൂടുതലാണ് അവിടെ തമിഴ് മുഴുവൻ ചെയ്യുന്നതാണെങ്കിൽ പോലും കൂടുതൽ ഷൂട്ട് നടന്നത് വിശാഖ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവിടെ ഉള്ള ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് തിരിച്ചെടുത്തിട്ട് കുട്ടേട്ട സുഭാഷൊക്കെ ഭയങ്കരമായിട്ട്
ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവിടെയുള്ള സാധാരണ കുഞ്ഞു സ്ഥലങ്ങളുള്ള ആൾക്കാർക്ക് വലിയ സ്ഥലങ്ങളാണെങ്കിലും എല്ലാവരും മൂവി കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അവിടെ വരെ റീച്ച് എത്തിയത് വളരെ സന്തോഷമുണ്ട്. അതെല്ലാം തിരിച്ചറിഞ്ഞത് ഭയങ്കരമായിട്ട് സംഭവിച്ചു. പക്ഷെ ഇതിലൊക്കെ നല്ല ഭയങ്കര രസമായിട്ടുള്ള റെസ്പോൺസ് ആണ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ലോകേഷ് മഞ്ഞുമൽ ബോയ്സിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല, ഓക്കെ, ഭയങ്കര സന്തോഷം. അതിന്റെ ലാസ്റ്റ് ഇതൊക്കെ പിന്നെ അതിന്റെ റിസ്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറെ സംസാരിച്ചു എങ്ങനെയാണ് അതിന്റെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളും. പിന്നെ ഗിരീഷ് ത്രൂഔട്ട് ലോകേഷിന്റെ കൂടെ ഉണ്ടല്ലോ ഫിനിഷ് ചെയ്യുന്നത്. അപ്പൊ ഗിരീഷിന് എല്ലാ കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാ വന്നേന്ന് മനസ്സിലായില്ലേ? അപ്പൊ പടം കണ്ടിട്ടില്ല. അല്ല, അതൊരു സീനിന് ശേഷമാണ് അത് തലയിൽ വരുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തോട്ട ബിജു എന്നുള്ള ക്യാരക്ടറാണ്. അത് ആ മാപ്ര ഉദ്ദേശിക്കുന്ന മറ്റേ വിവേക് ഒബ്രോയി പറഞ്ഞ പോലെ ഞാൻ അവിടുത്തെ കുട്ടകളൊക്കെ ആയിട്ട് പോയി താമസിച്ചിട്ട് അങ്ങനത്തെ പരിപാടി എങ്ങനെ ആ ക്യാരക്ടർ ചെയ്തു എന്നുള്ളതാണ്. ചിലപ്പോ അകത്തൊരു കുട്ട കിടപ്പുന്നുണ്ടാവും. പഞ്ഞി എങ്ങനെ വന്നെന്നാ ഇതിപ്പോ ഇതുപോലെ ഇപ്പൊ എന്താ വേണ്ടേ? ഗുണ്ടാപണി അത് ഇതിന്റെ അകത്ത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ ഒറ്റയ്ക്ക് ഒരു കേന്ദ്രം. ശ്രീരാജിന് വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, മണി പറഞ്ഞില്ലേ, 7 വർഷമായിട്ട് ഈ സ്ക്രിപ്റ്റ് കൊണ്ട് നടക്കുകയാണ് ശ്രീരാജ് തോന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ അകത്ത് എല്ലാം വ്യക്തമായി ഓരോ ക്യാരക്ടർ, ഓരോ കഥാപാത്രങ്ങൾ ഏതൊക്കെ സന്ദർഭം എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവരുടെ മാനറിസം എങ്ങനെയാണ്, അവരുടെ ഗെറ്റപ്പ് എങ്ങനെയാണെന്നുള്ള എല്ലാം വ്യക്തമായ ഇത്രയും ധാരണയുള്ള ഒരു ഡയറക്ടറിനെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. കാരണം പുള്ളി തന്നെയാണ് ഈ പടത്തിന്റെ റൈറ്റർ. അപ്പൊ ഈ പടം കാണുമ്പോൾ എല്ലാ ക്യാരക്ടറിനും പ്രാധാന്യം തോന്നുമ്പോൾ എല്ലാം പുള്ളി എഴുതി ഉണ്ടാക്കിയ പുള്ളിയുടെ കുട്ടികൾ തന്നെയാണ്. അപ്പൊ എല്ലാത്തിനും നമ്മൾക്ക് യാതൊരു ടെൻഷനും ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ അഭിനയിക്കാൻ നോക്കി കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് അങ്ങനെയല്ല അഭിനയിക്കുന്നത്, തോട്ടബിജു അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യുന്നു. ഓരോ ക്യാരക്ടറിനും എടുത്തെടുത്ത് പറയുന്ന പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുക്കാൻ ഹെൽപ്പുള്ള ഒരു ഡയറക്ടറാണ്. അപ്പൊ ഞാൻ ഗുണ്ടാപ്പണി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പുള്ളിക്ക് നല്ല ഗുണ്ടകളെയൊക്കെ പരിചയമുണ്ട്, പ്രാവൻകുടി ഷാപ്പും പരിചയമുണ്ട്, കുടിയന്മാരെ നല്ല പരിചയമുണ്ട്. അപ്പൊ അത് വളരെ എളുപ്പമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾക്ക് കൂടുതൽ ചിന്തിക്കണ്ട, പുള്ളി പറയുന്നത് ചെയ്താൽ മതി. അടുത്തത് തമിഴ് മൂവിയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അനൗൺസ് ചെയ്തിരുന്നു. എന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇനി കൂടുതൽ പറയാൻ പറ്റില്ല അതിനെ കുറിച്ച്. കാരണം അൽഫോൺസ് പുത്രന്റെ പടത്തിന്റെ അപ്ഡേഷൻ അൽഫോൺസ് പുത്രന്റെ തരുന്നല്ലേ നല്ലത്. ഭാഗമാണ് ആണ് നിങ്ങള് ഞാന് പല പല കാര്യങ്ങൾ അൽഫോൺസായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണത്. അങ്ങനെ ഭാഗമാണ്. അതിനുള്ള പ്രതിവിധികൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കൊറോണ വന്നാൽ ചിലപ്പോ ഷെയ്ക്കാൻ്റെ അല്ല, അതിപ്പോ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എൻട്രി ഫീ ഒക്കെ വെച്ച് കേട്ടേണ്ടി വരും. ഇപ്പൊ എല്ലാരും കയറിക്കൊണ്ടിരിക്കും. എനിക്ക് ആഗ്രഹമില്ല, ഞാൻ എടുക്കൂല. ഒന്നാലോചിക്കോ. ഓക്കെ, പ്രാവൻകൂട് ഷാപ്പ് ഇനി കാണാനുള്ള പ്രേക്ഷകരോട് അവസാനമായിട്ട് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാരും എന്താ പറയാ, ഒരു വേറിട്ട ഒരു സിനിമയാണ് ഈ പറയുന്ന ഒരു മിസ്റ്ററി